മലയാളം ഇൻഡസ്ട്രി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി വെച്ചിടത്തോളം ഇപ്പോൾ ഒരു ഹീറോ ഹീറോയിൻ ഇല്ല, അങ്ങനെ ഒരു സെറ്റപ്പ് മാറി. ഇപ്പം കൂടുതലും കഥയ്ക്കാണ് ഇമ്പോർട്ടൻസ്. തിയേറ്റർ വിസിറ്റ് ഒക്കെ ചെയ്തപ്പം ഞാൻ എൻ്റെ സെൽഫായിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് അന്നമ്മയാണോ? അർജുൻ ചെയ്യുന്ന എല്ലാ മൂവീസും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പം ഫസ്റ്റ് തന്നെ അർജുൻ സ്ട്രൈക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മുടെ ഡയറക്ടേഴ്സിന് അധികം കൺവിൻസ്ഡ് ആയിരുന്നില്ല. ബിക്കോസ് ഞാൻ പോയത് തന്നെ ജീൻസും ടോപ്പ് കിട്ടിയിട്ടായിരുന്നു. ഗായത്രിക്ക് സെറ്റ് ആവില്ല, ഗായത്രിക്ക് പറ്റില്ല എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്തൂടെ. നമുക്ക് ഇല്ല, ഗായത്രിക്ക് ആ ഒരു എവിടെ പോയാലും അമ്മേനെ റെക്കഗ്നൈസ് ചെയ്ത് അമ്മയ്ക്കാണ് ഫ്രണ്ട്സ്, എന്നെ ആർക്കും വേണ്ട. ചേരുമീ നേരം ജന്മം ധന്യമാ. ഹായ് എവ്രി വൺ, വെൽക്കം ടു മാറ്റ്നി. ഇന്ന് നമ്മുടെ ഗസ്റ്റ് മെമ്പർ രമേശൻ 9ാം വാർഡ് എന്ന സിനിമയിലെ നായികയാണ് ഗായത്രി അശോക്. ഗായത്രി, വെൽക്കം ടു മാറ്റ്നി. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ സിനിമ തിയേറ്ററിലെത്തി. ഒരു ലോങ് വെയിറ്റ് ഉണ്ടായിരുന്നു. അലരെ പാട്ട് ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ എല്ലാവരും ഗായത്രി കൂടുതലായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷമുള്ള എങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്? നമുക്ക് ആക്ച്വലി അലരെ ഇറങ്ങി ഒരു 1 ഇയറിന് ശേഷം, 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും 1 ഇയറിന് ശേഷമാണ് മൂവി റിലീസാണ്. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പം അലരെ പാട്ട് അത്രയും ഹിറ്റ് ആയപ്പോ തന്നെ ആൾക്കാർ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. നമുക്കും അതെ, നല്ല രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഷൂട്ടിന്റെ സമയത്ത് ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ പെർഫോം ചെയ്തൊന്നും കണ്ടിട്ടില്ല. അപ്പം സ്ക്രീനിൽ കാണാനുള്ളൊരു കുറച്ച് എക്സ്ട്രാ ആയിരുന്നു. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ് അന്നമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ അത് കാണാനായിട്ട് ഞാനും നല്ല വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ഫൈനലി തിയേറ്ററിൽ ഇറങ്ങിയപ്പം ഒരു വലിയൊരു ഇമോഷണൽ ഫീലിംഗ് തന്നെയായിരുന്നു എനിക്കത്, എന്റെ ഫാമിലിക്ക്. എങ്ങനെയുണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ലാത്തൊരു കാര്യമുണ്ടല്ലോ, എന്നെ തന്നെ തിയേറ്ററിൽ കാണുക എന്ന് പറയാം, അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പറയുന്നത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഗായത്രി അതിൽ? ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കാണുമ്പോൾ എനിക്കൊന്ന് എല്ലാ ആക്ടേഴ്സും അങ്ങനെ ആയിരിക്കും. സ്വന്തം നമ്മളെ തിയേറ്ററിൽ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ കൂടുതലും തെറ്റുകൾ കൂടുതലും ഇവാലുവേഷൻ ആണ്. ഞാനിപ്പം മെമ്പർ രമേശൻ കാണുമ്പോഴും ഞാൻ കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ മാറ്റി പറയായിരുന്നു, കുറച്ചൊരു മോഡുലേഷൻ ഇങ്ങനെ ഒക്കെ ആയിരുന്നു. ഇതൊക്കെയാണ് മൈൻഡിലിരുന്നത്. അല്ലാതെ മൂവി സത്യം പറഞ്ഞ ഫസ്റ്റ് ഷോ ഞാൻ മൂവി കണ്ടാലും എനിക്ക് എന്റേതായ ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല. ഞാൻ എന്നെ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എന്താ ചെയ്തിരിക്കുന്നതൊക്കെ കാണുന്നത്. പിന്നെയുള്ള ഷോ ആണ് ഞാൻ ബാക്കിയുള്ള പ്രേക്ഷകരുടെ റെസ്പോൺസസ് കാണാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ റെസ്പോൺസസ്? ഇപ്പൊ നല്ല റിവ്യൂസ് ആണ്. ഇപ്പം തിയേറ്ററിൽ കുറെ ഹൗസ്ഫുൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴൊക്കെ നമ്മൾ പോയി തിയേറ്റർ വിസിറ്റ് ഒക്കെ ചെയ്തു. അപ്പം തിയേറ്റർ വിസിറ്റ് ഒക്കെ ചെയ്തപ്പം ഞാൻ എന്റെ സെൽഫായിട്ടാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ കുറെ പേര് ആണെന്നുള്ള ഡൗട്ട് ഉണ്ട്. അത് തന്നെയാണ് ഇപ്പൊ വന്നപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, നമ്മള് സിനിമയെ കണ്ട ആളല്ല, ഗായത്രിയുടെ 3ാം സിനിമയാണ്. എങ്കിൽ കൂടി നമ്മൾ ഒരു സിനിമയിലും ഗായത്രിനെ ഇപ്പൊ കാണുന്ന രീതിയിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തോന്നുന്നു ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ക്രൂവിന്റെ കൂടെ നിൽക്കുമ്പോ ചിലപ്പോ അവർക്ക് റിയലൈസ് ചെയ്യുമോ ഗായത്രി ആ കുട്ടി ആയിരിക്കാം, ഡൗട്ടാണ്. പക്ഷെ അപ്പോഴും അവര് കൺഫേം ചെയ്ത് അവർക്ക് മനസ്സിലാവാറില്ല ഞാനാണ്. ഇപ്പം അലരെ ഇത്ര ഹിറ്റാണ്, 1 crore+ വ്യൂസ് ആയി, ട്രെയിലറും ആയിരുന്നു ഹിറ്റായിരുന്നു. മൂവിയിൽ കണ്ടിട്ടും ഇറങ്ങി വരുമ്പോ അവർക്ക് അത്ര രജിസ്റ്റർ ആയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ കുട്ടി തന്നെയാണോ? ബിക്കോസ് അതിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പം പക്ഷെ ഇറങ്ങി വരുമ്പോ ആൾക്കാർ ഞാനാണെന്ന് അറിയുമ്പോ ഇങ്ങോട്ട് വന്ന് ഗായത്രി നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ക്യാരക്ടർ നല്ല രീതിയിൽ എങ്ങനെയാണോ അന്നമ്മ നമ്മളുടെയൊക്കെ മൈൻഡില് പാട്ടൊക്കെ കണ്ടപ്പോ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ നല്ല രീതിയിൽ ഗായത്രി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ഇപ്പം അച്ഛന്റെ കുറെ ഫ്രണ്ട്സ് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു. ഇപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സ് ഈ ഒരു മൂവിക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. എല്ലാവരും അതെ, ഒരുപാട് പേര് നല്ല രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ തന്നെ ഇപ്പോ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഇതൊരു കുറച്ചും കൂടി സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ്. വെറും ഇതിന് മുൻപ് ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ ഒരു ഇപ്പൊ ഈ പറയുന്ന പോലെ സോങ് ഉണ്ട്, അതുപോലെ കുറെ ഇമോഷണൽ കാര്യങ്ങളുണ്ട്. പിന്നെ വെറും ഒരു നായിക, വെറുതെ ഒരു നായികയല്ല. അതാണ് അന്നമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വെറുതെ ഒരു നായികയല്ല, ഷീ ഈസ് സ്ട്രോങ്. അത് ആ ഒരു ഗ്രാമ പശ്ചാത്തലം ആയിക്കോട്ടെ, അതിലാ തന്നെ ഷീ ഈസ് വെരി ബോൾഡ് ആൻഡ് ഒരു എന്താ പറയാ, ഒരു സ്റ്റാൻഡുള്ള അങ്ങനെയൊക്കെ ഒരു നായികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഡീഷൻ വഴിയാണ്
സിനിമയിലോട്ട് വന്നത്. ഈ ഓഡീഷനിൽ ഒരു ലിമിറ്റേഷൻ ഉള്ളത് ഇപ്പോൾ നമുക്ക് കഥാപാത്രത്തിന് അറിയില്ല. ഇപ്പോൾ ഒരു റോൾ ഉണ്ടെന്ന് പറയുന്നു, നായികയാണെന്ന് പറയുന്നു, ചെല്ലുന്നു. അതാണ് നമുക്ക് ഓക്കെ കഥ കേട്ടിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത്രയും ഒരു സാധ്യതയുള്ള ഒരു കഥാപാത്രമാണെന്ന് അറിഞ്ഞപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഇപ്പം ഞാൻ ഓഡീഷനെ പറ്റി കേട്ടപ്പോ തന്നെ അർജുൻ അശോകൻ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ കേട്ട. അർജുൻ അശോകൻ നായകനാവുന്ന ഒരു മൂവി എന്നാണ് ഞാൻ കേട്ടിട്ട് പോയത്. അപ്പൊ അർജുൻ ചെയ്ത എല്ലാ മൂവീസും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് തന്നെ അർജുൻ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഇതില് കൈലാസേട്ടൻ മ്യൂസിക് ആണ് എന്ന് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആയി, കൂടുതൽ എക്സൈറ്റ്മെന്റ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഓഡീഷന് പോയി അറ്റൻഡ് ചെയ്തു. ഇങ്ങനത്തെ ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് നമ്മുടെ ഡയറക്ടേഴ്സിന് അധികം കൺവിൻസ്ഡ് ആയിരുന്നില്ല. ബിക്കോസ് ഞാൻ പോയത് തന്നെ ജീൻസും ടോപ്പൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു ക്യാരക്ടർ ഇങ്ങനെയാണെന്ന്. പിന്നെ നെക്സ്റ്റ് 1 more ഓഡീഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ അന്നമ്മ ഫുൾ ലുക്ക് ടെസ്റ്റ് ഒക്കെ വെച്ച് ഓഡീഷനൊക്കെ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് കിട്ടിയപ്പം ഐ വാസ് വെരി ഹാപ്പി. എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ചെയ്യാനുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ റിയലൈസ് ചെയ്തില്ല. എനിക്ക് ഓക്കെ നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഭയങ്കര ഞാൻ കൂടുതലും ആ ഒരു ചില സീൻസ് ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഐ വാസ് ഈഗർലി വെയിറ്റിംഗ്. കുറെ എന്റേതായ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വലിയൊരു ഭാഗ്യമാണ് ഇപ്പം മെമ്പർ രമേശിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് ഞാൻ കാസ്റ്റിംഗ് കോളും ഓഡീഷനും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പോഴും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും എന്താ പറയാ, മെമ്പർ രമേശ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് രജിസ്റ്റർ ആയിട്ടില്ല ഇങ്ങനെ ഒരാളുണ്ടെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളാണ് ആ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ആവാത്ത സ്ഥിതിക്ക് ഞാൻ ഇപ്പോഴും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആകെ 3 മൂവി ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനി അങ്ങോട്ടും ആൾക്കാർ രജിസ്റ്റർ ആവുന്നവരെ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അന്നമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ബാക്കിയുള്ള മൂവീസിൽ ചെയ്തപ്പം സ്റ്റാറിലാവട്ടെ അല്ലെങ്കിൽ ലഡുവിലാവട്ടെ ചെയ്തപ്പോഴൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിരുന്നു. യൂഷ്വലി ഞാൻ വേറെ ഓഡീഷൻസിനൊക്കെ പോകുമ്പം അവര് ചിലപ്പോൾ നാട്ടിൻപുറം ക്യാരക്ടർ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പം അവരിങ്ങോട്ട് പറയും ഗായത്രിക്ക് സെറ്റ് ആവില്ല, ഗായത്രിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്തൂടെ നോക്കാം. ഇല്ല, ഗായത്രിക്ക് ആ ഒരു നമുക്ക് അത് ഫസ്റ്റ് ജഡ്ജ്മെന്റ് തന്നെ അതായിരുന്നു, പറ്റില്ല എന്നുള്ളത്. പക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിരുന്നു മെമ്പർ രമേശൻ എനിക്ക്. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഒരുപാട് പേര് പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഡയറക്ടേഴ്സ് ഒക്കെ അത്രയും വിശ്വസിച്ച് ഗായത്രിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ച് എനിക്ക് തന്നൊരു ക്യാരക്ടറാണ്. മെമ്പർ രമേശിന്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. ഒത്തിരി നമ്മളെ മലയാളത്തില് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും ശരി, ഇപ്പൊ സാബു മോന്റെ, അതുപോലെ ചെമ്പൻ വിനോദ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു മൂവിയാണ്. അപ്പൊ ഈ കാസ്റ്റിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പ്രത്യേകിച്ച് അർജുൻ അശോകൻ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമത്തില് നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിംഗൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അർജുന്റെ ഇപ്പം ഫസ്റ്റ് ഞാൻ ഓരോ ആൾക്കാരുടെ അടുത്ത് പറയും, അർജുന്റെ കൂടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കോമ്പിനേഷൻസ് ആയിരുന്നില്ല, നമുക്ക് വേറെ തന്നെയായിരുന്നു. പക്ഷെ അപ്പം ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ ഫാനാണ് വേണ്ടിയിട്ടൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നെ അതിന് സൂൺ ആഫ്റ്റർ ആണ് എനിക്ക് മെമ്പർ രമേശനിലേക്ക് ഞാൻ ഓഡിഷൻ അയച്ച് കിട്ടിയതൊക്കെ. അപ്പം അർജുൻ ഇസ് എ വെരി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആക്ടറാണ്. അർജുൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ആക്ടറും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ യൂട്യൂബിലൊക്കെ കാണുമ്പോഴൊക്കെ 0 ഹേറ്റർ ഉള്ള ഒരു എന്താണ് ആക്ടർ എന്നൊക്കെയാണ് പറയുന്നത് അർജുൻ. അപ്പൊ അതുപോലെ തന്നെ ബിക്കോസ് ഹീസ് ഡൂയിങ് മച്ച് റിയലി ഗുഡ് ക്യാരക്ടേഴ്സ് ഓരോ മൂവീസിലും ഡിഫറെന്റ് ആയിട്ടുള്ള ചെയ്യുന്നത്. അപ്പം ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാം. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു നമ്മളുടെ എല്ലാ സീൻസിലും. എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് അർജുന്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു നമ്മൾ തമ്മിൽ. പിന്നെ അർജുനെ വിട്ട് പറയുമ്പോൾ എനിക്ക് കൂടുതലും പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്നത് ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. അയ്യോ, ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ അത് എന്താ പറയാ, സർ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് കൂടുതലും നമുക്കും ചെയ്യാൻ തോന്നും. അതെ, നമുക്ക് അതിനൊന്ന് കുറച്ച് നമ്മളൊന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഭയങ്കര എഫക്റ്റ് ചെയ്യും. അത് നമ്മൾ ഭയങ്കര നല്ല രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പോയൊരു സീനായിരുന്നു അത്. അപ്പം എനിക്ക് അത് വലിയൊരു ഭാഗ്യമായിരുന്നു ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ അപ്പം ആ ഒരു മൊമെന്റിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റിയത്. ഇറ്റ് വാസ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സീൻസിൽ ഒന്നാണ്. അതെ, പ്രത്യേകിച്ച് ഇപ്പം സാർ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സ് അടുത്ത മൂവിയിൽ. അപ്പൊ ഇപ്പം വെച്ചാൽ ഇന്ദ്രൻ ചേട്ടനുണ്ടോ മൂവിയിൽ, എന്നാ പിന്നെ മൂവി നന്നായിരിക്കും. അങ്ങനെ ഒരു ഇതും കൂടെ വന്നിട്ടുണ്ട് ആൾക്കാർ. അയ്യോ, ഇന്ദ്രൻ ചേട്ടൻ വേറെ ലെവലാണ്, അഭിനയം തന്നെ വേറെ ലെവലാണ്. ഗായത്രി അൺഎക്സ്പെക്ടഡ് ആയിട്ട് ശരിക്കും ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ്, അല്ലെങ്കിൽ മുന്നേ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആദ്യമൊന്നും അങ്ങനെയല്ല. ഫസ്റ്റ് മൂവിയിലോട്ട് വരുന്നത് തന്നെ അമ്മ വഴിയാ, അല്ലെങ്കിൽ അമ്മ
അമ്മയുടെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് വരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് തന്നെയാണ് വഴി എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞു ഇല്ലേ? അത് ആ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു? അല്ലെങ്കിൽ സിനിമയിലോട്ട് വന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒട്ടും ആഗ്രഹിക്കാതെ തന്നെ സിനിമയിലോട്ട് വന്നു, സിനിമയിൽ എത്തി, അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇപ്പൊ എക്സൈറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ തുടരാൻ വേണ്ടിയിട്ട്? ഇപ്പം ആക്ച്വലി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മളെ തന്നെ സ്ക്രീനിൽ കാണണം. ആ ഒരു ചെറിയ പോർഷൻ ഓഫ് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ ഒരു മെയിൻ സ്ട്രീം ഇതായിട്ട് ഇതെന്റെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ കിട്ടും, അല്ലെങ്കിൽ എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വരുന്നു, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പം അമ്മയുടെ ഒരു താല്പര്യം ഇതുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അതിൻ്റെ പറഞ്ഞിട്ടില്ലായിരുന്നു, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മയാണ് ഓഡീഷനൊക്കെ അയച്ച് ഞാൻ പോയി അറ്റൻഡ് ചെയ്തത്. അപ്പൊ അതുവരെ സിനിമ എന്താണെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. നമ്മള് സിനിമ കാണുന്നു, മൂവി കാണുന്നു, നമ്മളതിന്റെ നല്ല ചീത്തയൊക്കെ നമ്മളായിട്ട് ഡിസൈഡ് ചെയ്ത് പറയുന്നു എന്നല്ലാതെ അതിൽ പുറമേ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലാതെ. അപ്പൊ അന്ന് ആ ലഡുവിന്റെ ഷൂട്ട് തൊട്ടാണ് ഞാൻ അത് ഒബ്സർവ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇതൊക്കെയാണ് ആക്ച്വലി നടക്കുന്നത്. അത് ആ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ആ സമയത്തുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചേഞ്ചസ്. എന്ന് വെച്ചാൽ നമ്മളല്ലാത്ത ചില ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ അടക്കം. അതെ, ഇൻക്ലൂഡിങ് അന്നമ്മ, നമ്മളല്ലാത്ത ക്യാരക്ടേഴ്സ് ആണ് പോർട്രേ ചെയ്യുന്നത്. അപ്പൊ അതൊരു ചാലഞ്ചിങ് ഫാക്ടറാണ്. ഞാൻ മൂവിയിൽ കയറിയ പിന്നെയാണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അതുവരെ ഞാൻ വിചാരിച്ചു ഗ്രാഫിക് ഡിസൈനിങ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ഫൈനലി വിചാരിച്ചത്. പക്ഷെ ആക്ടിങ് ആണ് എൻ്റെ പാഷൻ എന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ലഡുവിന് ശേഷമാണ്. പിന്നെ ലഡുവിന് ശേഷം എനിക്ക് ആക്ടിങ്ങിന് വേണ്ടി തന്നെ ഞാൻ കുറച്ച് കോഴ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു കൂത്തുപട്രി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ബിക്കോസ് ബ്ലാങ്ക് സ്ക്രീൻ ആയിരുന്നു ഞാൻ. ലിറ്ററലി എന്ത് പറഞ്ഞാലും അബ്സോർബ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം കുറച്ചും കൂടെ എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലഡു മൂവിക്ക് ശേഷം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. അതെ, സീരിയസ് ആയി എടുക്കും. ഇപ്പം നമ്മൾ എന്താണെങ്കിലും നമ്മളൊന്ന് പഠിച്ചിട്ടല്ലേ ബാക്കിയുള്ള ചെയ്യുള്ളൂ. അപ്പോൾ വെറുതെ പോയി ചെയ്യത്തില്ല ആരും. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, വെറുതെ പോയി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടാണ് ഇപ്പം ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റിയത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഗായത്രിനേക്കാളും മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഗായത്രിയുടെ അമ്മയാണ്. അത് ശരി. ഈവൻ ഈ സിനിമ തിയേറ്ററിൽ പോകുന്നുണ്ട്, ഈവൻ ഈ സോങ് 1 crore വ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമ്മേനെ കൂടുതൽ നോട്ടീസ് ചെയ്യും. പ്രേക്ഷകരോട് പറയുമായി. പ്രേക്ഷകരെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മ ഇപ്പം കുടുംബവിളക്ക് എന്ന് പറഞ്ഞ സീരിയലിൽ നമ്മുടെ സുമിത്ര എന്നാണ് മെയിൻ ക്യാരക്ടറിന്റെ പേര്, മീര വാസ്തവ് മാമാണ് ചെയ്യുന്നത്. അപ്പം മാമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ചെയ്യുന്നത് അമ്മ. ലീന ഭാസ്കർ എന്നാണ് പേര്. ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു ആൾക്കാർക്ക്. അത് ഇപ്പൊ എവിടെ പോയാലും, എവിടെ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമില്ല, എവിടെ പോയാലും അമ്മയ്ക്കാണ് ആർക്കും വേണ്ട. അപ്പം അമ്മേനെ റെക്കഗ്നൈസ് ചെയ്ത് വന്ന് സംസാരിക്കുന്ന ആൾക്കാരോട് അമ്മ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ചെറിയ പ്രൊമോഷൻ ഒക്കെ പറയും. മോള് അലറിയത് പാട്ട് കേട്ടു, അവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് അതെ അപ്പൊ ഞാൻ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, അതെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറയും. അതിലുള്ള കുട്ടിയാണ് കേട്ടോ എന്റെ മോളാണ്, അമ്മയാണ് എന്റെ PR വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് ആൾക്ക് റിയലൈസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ കുട്ടിയാണ്, അപ്പൊ ആ കുട്ടി മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അമ്മ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു അഭിനയിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ടാണ് ആ ആഗ്രഹം മോളിൽ കൂടെ. അതെ, അമ്മ കുഞ്ഞു തൊട്ടേ അമ്മയ്ക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ പറയും, എൻ്റെ അമ്മയുടെ കുട്ടികളുടെ കഥയൊക്കെ എൻ്റെ അടുത്ത് പറയും. അപ്പൊ പറയും മമ്മൂക്കയുടെ കൂടെ എനിക്ക് ഭയങ്കര ആഗ്രഹം, മമ്മൂക്കയാണ് ഫസ്റ്റ് അമ്മയുടെ ക്രഷ്, മമ്മൂക്കയുടെ കൂടെ മൂവി ചെയ്യണം. അപ്പം പൂമാനമേ എന്നൊക്കെയുള്ള പാട്ടിൽ ഞാനാണ് അതിൽ നായിക. അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം കുറെ കാലം കൊണ്ട് അത് പറ്റിയില്ല. പക്ഷെ ഇപ്പം അമ്മ ആഗ്രഹിച്ച പോലെ അമ്മയ്ക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് കൊള്ളാം ഈ പറയുന്ന ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറെ. അപ്പൊ അത് ഇപ്പൊ എനിക്ക് അമ്മ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് ഈ ഒരു സീരിയലിന് ഇതിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കാനും പറ്റും. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അമ്മ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാറിന്റെ ഷൂട്ടിന്റെ സമയത്ത് അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഏതോ ഒരു ക്യാരക്ടർ ഇങ്ങനെ വരാം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. അപ്പം ഡയറക്ടർ ഞാൻ ചോദിച്ചു, പ്ലീസ് ഒന്ന് ചെയ്യോ എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അയ്യോ അതെങ്ങനെയാ ഞാൻ ചെയ്യുന്നത്, അത് ശരിയല്ലല്ലോ, പ്ലീസ് ഒന്ന് ചെയ്തു, വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. അങ്ങനെയാണ്
ആ ഒരു ക്യാരക്ടർ അമ്മ ചെയ്തു. അപ്പം കുറെ പേര് എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് അമ്മ ഉണ്ടായിരുന്നു എന്ന് പറയാതെ പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫാമിലി എല്ലാവരും ഹാപ്പിയാണ്. അമ്മയല്ല അത് ഇനി വീട്ടിലെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയും. വീട്ടിൽ എനിക്ക് എന്റെ അച്ഛനൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. ഇപ്പം 1 year ബാക്ക് റിട്ടയർ ആയതേ ഉള്ളൂ. DYSP ആണ്. അച്ഛനൊരു വോളിബോൾ പ്ലെയറും കൂടെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അച്ഛന്റെ ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അച്ഛന്റെ കുറെ ആൾക്കാർക്ക് അച്ഛന്റെ ഫാൻസ് ആണ്. അച്ഛനെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ എനിക്കൊരു ട്വിൻ ബ്രദർ ഉണ്ട്. എന്നെക്കാളും 5 മിനിറ്റിന് മൂത്തതാണ്. കാണാൻ വേറെ ആൾക്കാർ, നമ്മൾ രണ്ടുപേരും വേറെ വേറെ ആൾക്കാരെ പോലെ ഉണ്ടാവും. ഗൗതം എന്നാണ് പേര്. അവനിപ്പം ഓസ്ട്രേലിയയില് എന്താ പറയുക, ഇവിടെ എഞ്ചിനീയറിംഗ് ഫിനിഷ് ചെയ്ത് അവിടെ ഹയർ ചെയ്യാൻ പോയിട്ടുണ്ട്. 2 years ആയി, ഓൾമോസ്റ്റ് 2 years ആയി. എല്ലാവരും ഇപ്പൊ ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഇപ്പൊ ഒരു തമിഴ് പ്രോജക്ട് കോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം അവര് കൺഫർമേഷൻ പറയാതെ എനിക്കും പറയാൻ പറ്റില്ല. അതെ, കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറയുന്നതിന് മുന്നേ അവരുടെ കൺഫർമേഷൻ വേണം. അതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ കൂടുതലും നോക്കുന്നുണ്ട്, എന്റെ സൈഡിൽ നിന്നുള്ള എഫേർട്സ് ഞാൻ കുറെ ഇടുന്നുണ്ട്. ഇപ്പൊ മലയാളത്തിൽ നിന്ന് അതെ എല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇനിയും ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കോൾസ് അതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും ആ ഒരു കാര്യമില്ലേ, അതായത് ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് പോകുന്ന ക്യാരക്ടർ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിന് നമുക്കൊരു പരിമിതി ഉണ്ട് അറിയുന്നത്. അപ്പോൾ ഇപ്പൊ ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നു, പക്ഷെ ഇനിയിപ്പോ അന്നമ്മയുടെ പോലത്തെ അല്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് സിനിമയ്ക്കകത്ത് ഉണ്ടെങ്കിൽ അതിന് നോ പറയാൻ റെഡിയാണോ? അത് എങ്ങനെ ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി വെച്ചിടത്തോളം ഇപ്പൊ ഒരു ഹീറോ ഹീറോയിൻ ഇല്ല, അങ്ങനെ ഒരു സെറ്റപ്പ് മാറി. ഇപ്പം കൂടുതലും കഥയ്ക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി അത്രയും ഭയങ്കര നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടുവാണെങ്കിൽ വൈ നോട്ട്? അതിനിപ്പോ ഒരു സീൻ ആണെങ്കിലും 2 സീൻ ആണെങ്കിലും അതെ അത്രയും ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. മലയാളം ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് ഫ്രം ബീങ് ജസ്റ്റ് ഹീറോ ഹീറോയിൻ ഉള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പം കുറെ നമ്മുടെ തമിഴിലും അല്ലാതെ ഇവിടെയൊക്കെ കാണുന്ന പോലെ പേരിനൊരു നായിക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പം ഫീമെയിൽസ് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പം വെറുതെ നോർമൽ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർ വരെ ബ്രില്യൻ്റ്ലി പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ത് ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്ന് മാത്രമേ ഞാനിപ്പോ നോക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു ഹീറോയിൻ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. മലയാളം ഇൻഡസ്ട്രി നല്ല നല്ല മൂവീസ് കിട്ടുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ മൂവീസും നല്ല മൂവീസ് ആണ്. ഇപ്പൊ തന്നെ തിയേറ്ററിലെ എല്ലാ സിനിമകളും നല്ല സിനിമകളും. ഇപ്പൊ ഏത് മൂവി ഇറങ്ങിയാലും എല്ലാം നല്ല നല്ല മൂവീസ് ആണ്. അപ്പം എല്ലാം ഇതുപോലെ നല്ല നല്ല മൂവീസിൽ ഒരു ഭാഗമാവാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഇനി വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഇനി ചെയ്യാൻ ഇപ്പൊ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ എന്താ? പ്രത്യേകിച്ച് ഇപ്പൊ ഈ രൂപം വെച്ച് തിരിച്ചറിയുന്നില്ല എന്ന് പറയാം, അപ്പൊ കുറച്ചുകൂടി ഒരു മോഡേൺ വേഷം. ഇപ്പം എനിക്ക് പലതരം ഞാൻ പറഞ്ഞല്ലോ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പല ടൈപ്പ് ഓഫ് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ പലതരത്തിലുള്ള ആൾക്കാരാണ്, ഒരേപോലത്തെ ആൾക്കാരല്ല. അപ്പൊ അത് പലതും എനിക്ക് എക്സ്പ്ലോർ ചെയ്ത് അവർക്കൊരു ആ ഒരു ക്യാരക്ടറിന് ഒരു ലൈഫ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിപ്പോ എന്താണെങ്കിലും ഇപ്പം ഇനി നാട്ടുമ്പുറം തന്നെ ക്യാരക്ടേഴ്സ് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഹാപ്പിയായിട്ട് ഞാൻ ചെയ്യും. ബിക്കോസ് അങ്ങനത്തെ ആൾക്കാരും എത്രയോ ആൾക്കാരുണ്ട്. അപ്പം ഇപ്പം ഇതുപോലെ ഡ്രസ്സിങ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം മോഡേൺ ആവട്ടെ എന്താവട്ടെ, എനിക്ക് ആ ഒരു ക്യാരക്ടറിന് ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാം ഇത് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായി. അപ്പൊ നേരത്തെ പറഞ്ഞു സ്ക്രീനിൽ കാണുമ്പോൾ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ള കാര്യം. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ? അതെ അതെ അതെ, അയ്യോ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഞാൻ ലഡു ഒക്കെ ചെയ്ത സമയത്ത് എനിക്കൊന്നും അറിയത്തില്ല, ഒന്നും അറിയാതെ വന്ന ഒരാളായിരുന്നു ലഡു സമയത്ത്. അപ്പം ഞാൻ ഡയലോഗ്സ് ഒക്കെ എനിക്ക് കിട്ടുമ്പോൾ ടെൻഷൻ കൊണ്ട് എന്റെ ഭയങ്കര ഫാസ്റ്റ് ആയി പോകും എന്റെ ഡയലോഗ്സ് ഒക്കെ. അപ്പൊ അത് ഡബിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓടിച്ചെനിക്ക് പറയേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞാനിപ്പം റിയലൈസ് ചെയ്തിട്ടുണ്ട്. എന്റെ തെറ്റുകൾ തന്നെ മനസ്സിലാക്കി ഞാൻ അതൊക്കെ ചേഞ്ച് ചെയ്യുന്നു. ഒരു പോസ് കൊടുക്കണം എല്ലാത്തിനും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പല പല രീതിയിൽ മനസ്സിലാക്കി ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഗായത്രിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോവിഡിന് ശേഷം തിയേറ്ററിൽ സിനിമകൾ ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ അതിൽ ഫസ്റ്റ് ഇറങ്ങിയ മൂവി മുതല് ഗായത്രിയുണ്ട്. ഗായത്രിയുടെ 2 സിനിമകൾ ഇറങ്ങിയതും തിയേറ്ററിൽ തന്നെയാണ് ഇറങ്ങിയത്. അതൊരു വലിയ ഭാഗ്യം തന്നെ. കാരണം ഈ സമയത്ത് OTT എല്ലാം ഉള്ള സമയത്ത് തന്നെ അതെങ്ങനെയാണ്? അത് ശരിയായിട്ട് ആക്ച്വലി പ്രയാഗ് പറഞ്ഞപ്പോഴും ഞാനും
അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്ത് ഇപ്പോഴാണ്. പക്ഷെ ശരിയാ, ഭയങ്കര ലക്കിയാണ് ഞാൻ. അങ്ങനെ നോക്കിയപ്പം ഒരുപാട് മൂവീസ് നമ്മള് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണമെന്ന് വിചാരിച്ച മൂവീസ് ചിലപ്പോ OTT-ൽ വരാറ്. പക്ഷെ OTT മോശമാണെന്നല്ല, നല്ലത് തന്നെയാണ്. പക്ഷെ തിയേറ്ററിൽ കാണുന്ന ഒരു ഫീൽ വേറെ തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പം എന്റെ 3 മൂവീസ് ചെയ്തതിൽ 3ഉം തിയേറ്റർ റിലീസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ബിഗ് തിങ്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് സ്റ്റാർ ആയാലും സെക്കൻഡ് ലോക്ക്ഡൌണിന്റെ ഫസ്റ്റ് റിലീസ് ആയിരുന്നു സ്റ്റാർ. ഇപ്പൊ മെമ്പർ രമേശിനും ആവട്ടെ അത് തിയേറ്റർ റിലീസ് ആയിരുന്നത് വലിയൊരു ലക്കി ഫാക്ടർ തന്നെയാണ്. അത് ഞാൻ സത്യം പറഞ്ഞ പ്രയാഗം പറഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത്. താങ്ക് യു, നല്ലൊരു പെർസ്പെക്റ്റീവ് ആണ്. എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് ഇതിനകത്ത് എന്താണെങ്കിലും ഉണ്ട്. അപ്പൊ ഇനി വേറെ അപ്പൊ അവര് സിനിമ ചൂസ് ചെയ്യുന്ന കാര്യത്തിലും ഇനി അങ്ങനെയുണ്ടോ? നമ്മള് ഇപ്പം സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ ഒരുമിച്ചിരുന്ന് വായിക്കും. ഇപ്പം ചിലപ്പോ എനിക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും സൈഡ് അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ കാണാൻ പറ്റുമോ, നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരുമിച്ചിരുന്നിട്ടാണ് സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്നതൊക്കെ. പക്ഷെ ഡിസിഷൻ ഫൈനലി എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് അവർ ആ ഒരു ഇത് മാത്രം എനിക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഫാമിലി ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് ആണ്. എനിക്ക് അത്രത്തോളം ഞാൻ ചില സമയത്ത് ഡൗൺ ആയിരിക്കുന്ന ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്ന ആൾക്കാരാണ് എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്. ഈ 2 പേരും ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ 2 ഗ്യാങ് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ബ്രദർ, എൻ്റെ കുറെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോഴും. അതെ, എന്താണെങ്കിലും മെമ്പർ രമേശിന് ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതിന് മുൻപേ സ്വീകരിച്ചതാണ് അലറി എന്നുള്ള പാട്ട്. അത് നമുക്ക് അന്നമ്മ എന്നെ ഒന്ന് പാടി കേട്ടാൽ അത് ഞാന് പഠിച്ചിട്ടില്ല, പാട്ട് പഠിക്കാത്ത ഒരാളാണ്. അപ്പം നിങ്ങൾ ആസ്വദിക്കും. അതെ, ആസ്വദിച്ചാൽ മാത്രം മതി, കുറ്റങ്ങൾ ആരും പറയരുത്. പാടാം. രാവേറെയായി ഇതളൂരമായി ചേരുന്നു ഞാനോ പതിയേ, പൂന്തേനുറങ്ങുന്ന മോഹം പൂക്കുന്നു മോഹം പതിയേ, നിന്നെ നുകരുമ്പോൾ അകമയലിയുമ്പോൾ 1000 ആനന്ദം വിരിയുമിനിയാവോളം എന്നിൽ ചേരുമീ നേരം ജന്മം ധന്യമായി. ഈ കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ പാടാന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്റെ പാട്ടായത് കൊണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. മനസ്സിലായി. ഇതും പ്രൊഫൈലിലോട്ടൊക്കെ എന്താണെങ്കിലും ചേർക്കാം പാട്ടിന്റെ കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ആഗ്രഹങ്ങൾ തരരുത്. ഇനിയിപ്പോ സിനിമയും ഈ അഭിനയമൊന്നും അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റുകളുള്ളത്? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മറ്റേ ബുക്സ് അല്ല, അതൊഴിച്ച് വേറെന്തോ ഇപ്പം എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഇഷ്ടമാണ്. ഓക്കെ, എനിക്കിപ്പം ഭയങ്കര താല്പര്യമായിട്ട് നിൽക്കുന്നത് എനിക്ക് മാർഷൽ ആർട്സ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അതെനിക്ക് ഒന്നും ഞാൻ 5th-ലോ 6th-ലായിരുന്നപ്പം എൻ്റെ സ്കൂളിൽ കരാട്ടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി ജോയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് 1.5-2 years ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ ലിങ്ക് വിട്ട് അത് ബ്രേക്ക് ആയപ്പോയി. എനിക്കൊന്ന് അപ്പം തൊട്ട് തുടങ്ങിയ ആഗ്രഹമാണ്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് മാർഷൽ ആർട്സ് പഠിക്കണം, അങ്ങനത്തെ ഒക്കെ ഭയങ്കരമായിട്ട് പഠിക്കാൻ. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ. നമുക്കറിയില്ല എങ്ങനത്തെ തരം ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ മിന്നൽ മുരളിയിൽ തന്നെ ബ്രൂസ്ലി തന്നെ ക്യാരക്ടർ ഭയങ്കര ഫുൾ ബ്രൂസ്ലി ബിജി, അങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സ് ആണ് ഇപ്പം കൂടുതൽ. എല്ലാം പലതരം ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം എപ്പോഴാണ് ഇതൊക്കെ യൂസ് ആവാന്ന് അറിയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പഠിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം പഠിക്കട്ടെ, അത് പഠിച്ചതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു അതിന് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരു തവണ ഇതിനോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ യു വെന്റ് ബാക്ക് ടു അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അതിന്റെ അത് കാണാനുണ്ട്. ശരിക്കും നമുക്ക് ആ ഗ്രോത്ത് തന്നെ കാണാനുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞു, ഇപ്പം ഗായത്രീനെ ലഡ്ഡു
ഫ്രം ലഡു ടിൽ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പം അത് എനിക്ക് ഭയങ്കര കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അങ്ങനെ ഒരു ഫീൽ ചെയ്യണമല്ലോ. ബിക്കോസ് ഒബ്വിയസ്ലി ലഡുവിലുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് എനിക്കറിയാം. പിന്നെയുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ 2 ചെയ്തതിൽ എന്തൊക്കെയാണ് നല്ലതും. ഇപ്പം ക്രിറ്റിസിസം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയല്ലേ ഗ്രോ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ട് മെമ്പർ രമേശിലും ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലും നല്ല രീതിയിലുണ്ട്. അതെന്താന്ന് ശരിക്കും പറഞ്ഞ പ്രേക്ഷകർ മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കുള്ളൂ. ചിലപ്പോ അവർ ചില മൂവി മാത്രമായിട്ട് കാണുമ്പോൾ നമ്മൾ അതിന്റെ ടെക്നിക്കൽ സൈഡ് നോക്കി തെറ്റുകൾ കാണാൻ ശ്രമിക്കുന്നത്. പിന്നെ കൂടുതലും ഗായത്രിയുടെ പോസിറ്റീവ്സും ഗായത്രിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഓക്കെ എനിക്ക് ഇതും കൂടി ചെയ്യാമായിരുന്നു. അത് ഒരുപാട് എനിക്കൊന്നും എല്ലാം ഞാൻ 3 മൂവി ചെയ്തതിൽ 3 എനിക്കത് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യണം, കുറച്ചും കൂടെ അങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. അങ്ങനെ എനിക്കത് എല്ലാ ആക്ടേഴ്സിനും ഫീൽ ചെയ്യാറുണ്ട്. അതെ, ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് നമുക്ക് ഒരിക്കലും ആർക്കും അങ്ങനെ ഫീൽ. ഞാൻ പേഴ്സണലി കുറെ പേര് ഇന്റർവ്യൂ കാണുമ്പോൾ അവർക്കും അത് പറയുമ്പോൾ ഒപ്പം എല്ലാവരും ഇങ്ങനെയാണല്ലേ അതാ. മമ്മൂക്ക ഞാൻ വെരി റീസെന്റ് ഭീഷ്മയുടെ ഏതൊരു ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ടായി മമ്മൂക്ക പറയുന്നത്. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യാൻ ഈ പ്രോസസ്സ് തീരുന്നത് അത് തന്നെയാണ് ഇതിനോടുള്ള ആവേശം എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതാണ്. അതൊരു കൂടുതലും ശരിയാണ്. ഈ ഒരു സിനിമയിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തതിൽ എന്താണ് ചെയ്യാനുള്ളത്, നമുക്ക് കൂടുതലും നന്നാക്കണം എന്നുള്ളൊരിത് ഇത് വരും. എന്താണെങ്കിലും കൂടുതൽ നന്നായി വരട്ടെ, കൂടുതൽ ഓഫേഴ്സ് വരട്ടെ. അതിന്റെ എന്തോസിയാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. യു ഫൈൻഡ് യുവർ വേ ആൻഡ് ആ വഴി തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ട് ബെസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റില് ഒരാളാവട്ടെ. വൈകാതെ തന്നെ ആ പേരിലോട്ട് തന്നെ വരട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഇൻ മെമ്പർ രമേശൻ. Thank you so much, Priya. It was lovely talking to you also. Thank you.